ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നീറ്റ് എക്സാമിന് എന്തൊക്കെ പഠിച്ചിട്ട് പോകുന്നോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ OMR മാർക്ക് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം OMR മാർക്ക് ചെയ്യുന്നതിൻ്റെ സില്ലി മിസ്റ്റേക്സ് കൊണ്ട് മാർക്കുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചിട്ട് പോവുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ മിസ് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു, നിങ്ങൾ ടൈം നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് പോകണം. റാൻഡം ആയിട്ടുള്ള ഒരു പ്ലാനായിട്ട് പോകരുത്. നിങ്ങൾ മോക്ക് എക്സാമുകളിൽ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തൊരു പ്ലാനും കൊണ്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാം ടൈം ടോട്ടൽ ഇപ്പോൾ 180 minutes ആണ്. അതിൽ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു ഒരു 40-40-60 റൂൾ. അപ്പോൾ അതിൽ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് ഓൾറെഡി 180 minutes ആയില്ലേ എന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് വാസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ 180 minutes നമുക്ക് ആകെ 160 minutes ശരിക്കും കിട്ടുന്നുള്ളൂ. കാരണം 20 minutes നമ്മളുടെ എന്തിനു പോവും, നമ്മളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനും എക്സാം ഹാളിൽ ഇതിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 160 minutes നമ്മൾ ഈ 4 പേപ്പേഴ്സ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ 50-40-30-30 എന്ന് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് 50 minutes ഫിസിക്സിന്, 40 കെമിസ്ട്രിക്ക്, 30 zoology, 30 ബോട്ടണി. അപ്പോൾ അതൊരു 150 minutes ആകും. പിന്നെ ഒരു 10 minutes നമ്മൾ ഏതെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റീചെക്ക് ചെയ്യാനും OMR കറക്റ്റ് ഫില്ല് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞൊരു മെത്തേഡ് ആയിരുന്നു, എപ്പോഴും നമുക്ക് സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എക്സാമിൽ ഹാളിലെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പം ബയോളജി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ പോവാം. 30-30-40-50, 30 ബോട്ടണി, 30 zoology, 40 chemistry and 50 physics. However you want, it's totally up to you. പക്ഷെ നിങ്ങൾക്ക് വർക്കൗട്ട് ആയ ഒരു പ്ലാൻ കൊണ്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോകാമെന്നാണ് മിസ് പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങോടെ പോവുക. പിന്നെ ഒരു ടൈമർ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. ആങ്ഷ്യസ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്, റിലാക്സ് ചെയ്തിട്ട് തന്നെ പോകണം. ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണം, ഒന്നും കിട്ടാണ്ടാകുമ്പോൾ ഒരു ഡീപ് ബ്രെത്ത് എടുക്കണം. പക്ഷേ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് OMRും നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ OMR മാർക്ക് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിസ് പറയുന്നുണ്ട്. നമ്മുടെ OMR ഷീറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. OMRൽ നിങ്ങളുടെ ആൻസർ എഴുതാൻ എത്ര ഇൻട്രസ്റ്റും എത്ര കെയറും എടുക്കുന്നോ അതേപോലെ ഇൻട്രസ്റ്റ് ആണ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റോൾ നമ്പറും ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പറും. അപ്പോൾ അത് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുക. കാരണം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം, ഇതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ റിസൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. അതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പ്രശ്നങ്ങൾ വരും. അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് നിങ്ങൾ ആദ്യം ബബിൾ ചെയ്യുക, അത് മറക്കരുത് കേട്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി നിങ്ങൾ ആൻസർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞത് എന്താണ്, നിങ്ങളുടെ എൻറ്റയർ പേപ്പറിനെ 5-5 ആയിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 5 questions, 5 questions അങ്ങനെ. ആദ്യത്തെ 5 സോൾവ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ അത് ബബിൾ ചെയ്യുന്നു, അടുത്ത 5 സോൾവ് ചെയ്യുന്നു. അപ്പം നമ്മളൊന്നും വിട്ടു പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾ OMRൽ അവിടെ ഇവിടെയും വരച്ചു വെക്കുകയോ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലേബൽ ചെയ്ത് വെക്കുകയോ ഇത് പിന്നെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതൊക്കെ വളരെ വളരെ വലിയ മിസ്റ്റേക്സ് ആണ്. നിങ്ങൾ അൺനെസസറി ആയിട്ട് നിങ്ങളുടെ മാർക്ക് മിസ്സാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നോ സ്ക്രിബിളിംഗ് ഇൻ ദ OMR ഷീറ്റ്. ക്വസ്റ്റ്യൻസ് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയോ ടിക്ക് ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. പിന്നെയുള്ള കാര്യം, നിങ്ങൾ പെന്നൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നറിയാലോ. അവരാണ് നിങ്ങൾക്ക് അവിടുന്ന് പെന്ന് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവർ തരുന്ന പെന്ന് നിങ്ങൾ ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു റഫ് പേപ്പറിൽ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ അത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക പെന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ബബിൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെന്ന് വർക്ക് ആവുന്നില്ല, അങ്ങനെ പാനിക്കായി ടെൻഷൻ ആയവരുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ റെസ്പോൺസ് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് ഇന്നർ ടു ഔട്ട് സൈഡ് ആയിരിക്കണം കേട്ടോ. ഇന്നർ ടു ഔട്ടർ ആയിട്ട് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ, അതായത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ബബിൾ ചെയ്യുക. യെസ്, ഉള്ളിൽ നിന്നും പുറത്തേക്ക് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ബബിൾ ചെയ്യുക. അപ്പോൾ എക്സസ് ആയിട്ട് പുറത്തോട്ട് പോകുന്നതും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഇതിലേക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഔട്ടർ ടു ഇന്നറും ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്കത് വർക്കൗട്ട് ആയിട്ടെങ്കിൽ അത് ഓക്കെ. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, നമ്മളിങ്ങനെ കുറച്ച് വലുതായിട്ടൊക്കെ ബബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അഗെയിൻ അതൊരു അൺആൻസേർഡ് ആയിട്ടോ എററായിട്ടോ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടില്ല. അത് ശ്രദ്ധിക്കുക. പിന്നെ ബബിൾ ചെയ്യുമ്പം എപ്പോഴും സൈഡിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ്റെ അങ്ങോട്ടേക്കൊന്നും പോവാതെ നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബബിൾ ചെയ്യുമ്പം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് അത് വീണ്ടും ചെയ്യാൻ പോകുമ്പോൾ തിരക്കിന് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതെങ്ങനെയാണെന്നറിയോ, മിസ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 10ന് ഓപ്ഷൻ 2 ആണ്, ഇതിന് ഓപ്ഷൻ 2 ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതേപോലെ ഇതിന് നമ്മൾ ബബിൾ ചെയ്തു, ഓപ്ഷൻ 3 ബബിൾ ചെയ്തു. ഇതിന് നമ്മൾ ഓപ്ഷൻ 2 ബബിൾ ചെയ്തു.
ഓക്കെ, അങ്ങനെ നമ്മൾ ബബിൾ ചെയ്ത് പോവാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഓപ്ഷൻ 2 ബബിൾ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ വിട്ടുപോയിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14 മാർക്ക് ചെയ്യാനായിരുന്നു. അപ്പം നമ്മൾ ബബിൾ ചെയ്ത ആ ഒരു പാറ്റേണിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ പുറകിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ ഉണ്ട് നിങ്ങളുടെ ബുക്ക്ലെറ്റിൻ്റെ പുറകിൽ. അപ്പോൾ റഫ് വർക്ക് പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് മിസ്സായത്, ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ ഇത് ഇവിടെ OMR അല്ലാട്ടോ എഴുതി വെക്കുക, നമ്മളുടെ എക്സാം ഷീറ്റിൽ നമ്മൾ റഫ് വർക്കിൻ്റെ ഷീറ്റിൽ എഴുതി വെക്കും. 15, 16 ഏതൊക്കെയാണ് പെൻഡിങ് ക്വസ്റ്റ്യൻസ് ഉള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് അത് നമുക്ക് മിസ്സാകാതെ കൃത്യമായിട്ട് പോയി ബബിൾ ചെയ്യാൻ പറ്റും. അപ്പം ഒന്നെങ്കിൽ ഇന്നർ ടു ഔട്ട്സൈഡ് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ബബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഔട്ടർ ടു ഇന്നർ ബബിൾ ചെയ്യാം. ഔട്ടർ ടു ഇന്നർ ബബിൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, പുറമേ നിന്നും ഉള്ളിലേക്ക്. അതെങ്ങനെയാണെന്നറിയോ? ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 22ന്റെ ആൻസർ ഓപ്ഷൻ 2 ആണെന്ന് വിചാരിക്കുക. അപ്പം ഓപ്ഷൻ 2 നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അത് പതുക്കെ 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 ഡാർക്കൻ ചെയ്യും. ഇനി നമുക്കപ്പോൾ കുറച്ച് സമയം പോയെന്ന് വിചാരിച്ചോ, അയ്യോ നമുക്ക് ആൻസർ അറിയാം പക്ഷേ ഫുള്ള് ഡാർക്കൻ ചെയ്യാൻ സമയമില്ല, അത് ലാസ്റ്റ് ചെയ്യാം കാരണം ഞാൻ ഇനിയും പേപ്പർ എഴുതാൻ കിടക്കുകയാണ്. അപ്പം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. സർക്കിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമ്മൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബബിൾ ചെയ്യാൻ പിന്നീടേ വരുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് വന്നിട്ട് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ ബബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മക്കളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ മിസ് പറഞ്ഞ മെത്തേഡ് മനസ്സിലായല്ലോ. ഒന്ന് ഇന്നർ ടു ഔട്ട്സൈഡ് നമ്മൾക്ക് ബബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഔട്ടർ ടു ഇന്നർ തന്നെയാണ്. മിസ്സായി പോവാണ്ട് ഒരുപാട് പുറത്തേക്കൊക്കെ പോവാണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ബബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് OMRൽ കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. OMR ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യുക നിങ്ങൾ പെൻഡിങ് ആക്കി വെച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ബബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. OMRൽ മിസ് പറഞ്ഞല്ലോ, വേറെ നമ്മളുടെ ഡീറ്റെയിൽസ് എഴുതുകയോ സ്ക്രിബിൾ ചെയ്യുകയോ വേറെ ഒന്നും ടിക്ക് ചെയ്ത് വെക്കുകയോ ചെയ്യരുത്. അത് വലിയ മിസ്റ്റേക്കാണ്. കാരണം ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ഞാൻ പിന്നീട് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞത് ഇങ്ങനെ ടിക്ക് ചെയ്ത് വെക്കും. അത് നിങ്ങൾ ചെയ്യരുത്. ബിക്കോസ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നഷ്ടമാക്കും. ഒരേ ക്വസ്റ്റ്യന് തന്നെ ചിലപ്പോൾ നമുക്ക് ആദ്യം ഒരു സംശയം തോന്നി, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനിവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നീട് വന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നി ഇതാണ് നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. അപ്പം നമ്മളിതാ ഇത് കൃത്യമായി സർക്കിൾ ചെയ്തു. പക്ഷേ നിങ്ങൾക്കത് നിങ്ങൾ ആൻസർ ഇവർ ചെയ്യുന്ന സമയത്ത് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് അതൊരു എററായിട്ട് വരും. നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനുള്ള മാർക്കും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡോട്ട് ഇടുന്ന പരിപാടി ഒന്നും ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ whatever ക്വസ്റ്റ്യൻ നമ്പർ 64 ഓപ്ഷൻ 3 ആണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് നിങ്ങൾ എവിടെ എഴുതി വെക്കണം, നിങ്ങളുടെ റഫ് വർക്കിൻ്റെ പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഈ പെൻഡിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ലാസ്റ്റ് മിനിറ്റ് ഒരുമിച്ച് ചെക്ക് ചെയ്ത് ബബിൾ ചെയ്താൽ മതി. അല്ലാതെ അത് ഓർത്ത് വെക്കാനായിട്ട് ഇവിടെ ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ഡോട്ട് ഇട്ട് വെക്കുകയോ, ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടു, കുറേ റോങ് ഇൻഫർമേഷൻസ് കുട്ടികളുടെ ഇടയിൽ സർക്കുലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള എന്താ പറയുക, ഈ ഒരു സമയത്ത് ഒരുപാട് പേര് അവരുടെ റീച്ച് കൂട്ടാനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് വന്ന് തരുന്നത്, അത് നീറ്റ് എഴുതിയവരും അല്ലാത്തവരും ഒരുപാട് പേര് ഭയങ്കര അതോറിറ്റിയോടെ വന്ന് നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ അത് ചെയ്യുക, അതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പിന്നീട് വന്ന് ബബിൾ ചെയ്യുക എന്നുള്ളത് ചെയ്യരുത് മക്കളെ. ബിക്കോസ് ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ഈ ഒരു സോഫ്റ്റ്വെയർ ആൻഡ് ചുമ്മാ നിങ്ങളുടെ മാർക്ക് പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. OMR മാർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് പേപ്പർ എഴുതാൻ പോകുന്നത്, ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് OMR മാർക്ക് ചെയ്യുന്നത്. ബിക്കോസ് അതാണ് ഫൈനലി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ തരുന്നത്. അപ്പോൾ പ്ലീസ് മേക്ക് ഷുവർ നോ ഗെസ് വർക്ക്, നോ മൾട്ടിപ്പിൾ ആൻസർ ബബ്ലിംഗ് ഫോർ സെയിം ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരേ ക്വസ്റ്റ്യന് തന്നെ 2 ആൻസറൊക്കെ പോയി മാർക്ക് ചെയ്ത് വെക്കും. ചെയ്യരുത്, വലിയ മിസ്റ്റേക്കാണ്, നമ്മുടെ മാർക്ക് വെറുതെ നഷ്ടമാകും. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് മാത്രം പോവുക. ഇങ്ങനത്തെ ഒരു OMR ഷീറ്റൊക്കെ ഡൗൺലോഡ് ചെയ്തൊന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്തിട്ട് പോവാം. നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും, അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻസ് അവോയ്ഡ് ചെയ്യാനാണ്. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.